ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് TS06 മെഷീനാണ്. 06+. ഈ 6 പ്ലസിൻ്റെ അകത്ത് നമുക്കിപ്പം ഒരുപാട് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കീസ് ഇടാനായിട്ട് പറ്റുന്നതാണ്. ലൈക്കാടെ എല്ലാ മെഷീൻസിലും അങ്ങനെ പറ്റും. അപ്പോൾ നമുക്ക് TS06 നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് ട്രിഗർ കീ ആണെന്നറിയാം. ട്രിഗർ കീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ, അതുപോലെ നമ്മുടെ യൂസർ കീകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ, അങ്ങനെ എല്ലാം നമുക്ക് ഈസി വേയിൽ വർക്ക് ചെയ്യാനായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേക്കകത്ത് നേരെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയാൽ വർക്ക് സെറ്റിങ്സ് കിടക്കും. വർക്ക് സെറ്റിങ്സിൽ എൻ്റർ ചെയ്യുക. ഇവിടെ കണ്ടില്ല, ട്രിഗർ കീ 1, 2 ഇതൊക്കെ, പിന്നെ യൂസർ കീ 1, 2 ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ട്രിഗർ കീയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഈ നമ്മുടെ ചേഞ്ച് നമുക്ക് കൊടുക്കാം. അതായത് ട്രിഗർ കീ 1 ഡിസ്റ്റ്, ഞാനിപ്പം എനിക്ക് വർക്കിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിസ്റ്റ് അടിക്കാനായിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ട് തന്നെ ഈ ബട്ടണിൽ ഫങ്ഷൻ സ്കീൽ നോക്കാതെ ഡിസ്റ്റൊക്കെ ചെയ്തു പോകാനായിട്ട് ട്രിഗർ കീ തന്നെ ഡിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. 1ലും 2ലും ഡിസ്റ്റ് തന്നെ കൊടുത്തു. പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും മാറ്റിയിടാം. പിന്നെ യൂസർ കീ എന്ന് പറഞ്ഞാൽ ഈ 1 യൂസർ കീ, ഇത് യൂസർ കീ 2 ആണ്. ഇപ്പോൾ 1ൻ്റെ അകത്ത് കിടക്കുന്നത് ലെവൽ ആൻഡ് പ്ലമറ്റ് ആണ്. അതായത് 1 ഞെക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലമറ്റിലോട്ട് പോകും, ലെവലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകും. അതിന് ഈസി വേ ആയിട്ട് ഇതിൽ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോകണമെങ്കിൽ നേരെ ഫങ്ഷൻസിൽ വന്നിട്ട് അങ്ങനെ വേണം പോകാൻ. അത് കാണിക്കാം. ഇനി അത് ഈസി വേ ആണ്. ഇപ്പം യൂസർ കീ 1 കിടക്കുന്നത്. ഇനി 2 അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 2ൽ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് നോൺ പ്രിസവും ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് കൊടുക്കാം. അതായത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ EDM ട്രാക്കിങ്, ചെക്ക് ടൈറ്റ്, ഹോം, പിന്നെ നോൺ പ്രിസം മോഡ്. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ സേവായി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം തുറന്ന് എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ കാണിക്കുന്ന ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സർവേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. നേരെ F2 കൊടുത്താൽ നോൺ പ്രിസം മോഡായി. ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രിസം മോഡായി. അതുപോലെ തന്നെ യൂസർ കീ 1 കൊടുത്തു കഴിഞ്ഞാൽ കണ്ട നേരെ പ്ലംബറ്റിലോട്ട് വന്നു. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വരണമെങ്കിൽ FNCയിൽ വന്നിട്ട് പിന്നെ ലെവലിൽ വന്ന് ഓക്കെ കൊടുത്ത് അങ്ങനെ വരണം. ഇപ്പം നോൺ പ്രിസം മോഡ് ആക്കണമെങ്കിലും അതുപോലെ തന്നെയാണ്. FNCയിൽ വന്നിട്ട് നമുക്ക് കണ്ടില്ല, ഇവിടെ പേജ് മാറ്റി കൊടുത്ത് നോൺ പ്രിസം മോഡ്, ലേസർ പോയിന്റ്, ഇത്രയും നമ്മൾ ഇത് ചേഞ്ച് ചെയ്യണം. നോൺ പ്രിസം ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇത്രയും ഇങ്ങനെ കയറി വരണം. അതിനുള്ള എളുപ്പ വഴിയാണ് ജസ്റ്റ്